Hello all, welcome. MCS 061 മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫസ്റ്റ് പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാത്തമാറ്റിക്സിലെ ഫൗണ്ടേഷൻ ടോപ്പിക്സ് ആയ വളരെ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്സിലെ ബേസിക് ആയ ചില ടോപ്പിക്സ് പ്രധാനമായും 4 ബ്ലോക്കുകളിലായിട്ടാണ് ഈ ഒരു പേപ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം ബ്ലോക്കുകൾ ഏതാണെന്ന് നോക്കാം. ബ്ലോക്ക് 1 സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. ബ്ലോക്ക് 2 പ്രോഗ്രഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനന്റ്. ബ്ലോക്ക് 3 ലീനിയർ സ്പേസസ് ആൻഡ് കൗണ്ടിങ് ടെക്നിക്സ്. ബ്ലോക്ക് 4 കാൽക്കുലസ്. ഈ ഓരോ ബ്ലോക്കുകളിലും 3 4 അല്ലെങ്കിൽ 5 യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു പേപ്പറിലുള്ളത്. ടോട്ടൽ 14 യൂണിറ്റുകളാണ്. ഇനി ഓരോ ബ്ലോക്കുകളിലെയും യൂണിറ്റുകൾ ഏതാണെന്ന് പരിചയപ്പെടാം. ബ്ലോക്ക് 1 സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. മാത്തമാറ്റിക്സിലെ ഒരു ഹയർ ലെവൽ ക്ലാസ്സുകളിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടും കോമൺ അപ്ലിക്കേഷൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ബ്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സെറ്റ്. സെറ്റ് എന്ന് പറയുന്നത് ഹയർ ലെവൽ ക്ലാസ്സുകളിലാണെങ്കിൽ കൂടി വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ സെറ്റിന്റെ ഡെഫിനിഷൻ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സിൽ വരുന്ന സെറ്റ്സ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ്സ്, സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്, സബ്സെറ്റ്, പവർ ഓഫ് എ സെറ്റ് തുടങ്ങിയ കുറച്ച് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്നത്. ഇത്തരം ഡിഫറെന്റ് ടേംസും അതിന്റെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും പരിചയപ്പെട്ടതിന് ശേഷം സെറ്റിന്റെ ഓപ്പറേഷൻസ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെറ്റിന്റെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തരത്തിലുള്ള റെപ്രസെന്റേഷൻ മെത്തേഡ്സും ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് വരുന്നത് റിലേഷൻസ് ആണ്. റിലേഷൻസ് എന്നുള്ളത് സെറ്റിലെ തന്നെ 2 അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സ് വരുന്ന സെറ്റുകളെ, അതായത് ഓർഡേർഡ് പെയർ സെറ്റുകള്, ഇതുപോലുള്ള സെറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില ബന്ധങ്ങളെ റിലേഷനായി എക്സ്പ്രസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 2 റിലേഷൻസ്. യൂണിറ്റ് 2 പ്രധാനമായും വരുന്ന ടോപ്പിക്സ് ഡെഫിനിഷൻ, നോട്ടേഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് റിലേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, equivalence relations and partition of a set, partial ordered relation, partially ordered set, application of equivalence relation. റിലേഷൻസിൽ വരുന്ന ടോപ്പിക്സ് ഡെഫിനിഷൻ, നോട്ടേഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് റിലേഷൻസ്, ഈക്വലൻസ് റിലേഷൻസ്. റിലേഷൻസിൽ വരുന്ന ടോപ്പിക്സ് ഡെഫിനിഷൻ, നോട്ടേഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് റിലേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്, ഈക്വലൻസ് റിലേഷൻസ്, പാർട്ടീഷൻ, partially ordered relation, partially ordered set, application of equivalence relations, mapping type of operations, inverse operations, composition operations തുടങ്ങിയവയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് എന്ന് പറയുന്നതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. ഫൗണ്ടേഷൻ ടോപ്പിക്സിൽ തന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് വരുന്നത് ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്. 2 സെറ്റുകൾ എന്തെങ്കിലും ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവ റിലേറ്റഡ് ആണെന്ന് പറയും. ആ റിലേഷൻസിനെ കുറച്ചുകൂടി പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ചുകൂടി പ്രത്യേകമായ ചില ഫീച്ചേഴ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണ് ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ ഏറ്റവും ബേസിക് ആയ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ആ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് റിലേഷൻസിലേക്ക് എത്തി അടുത്തത് ഫങ്ഷൻസിലേക്ക് എത്തുന്നതാണ് യൂണിറ്റ് 3. യൂണിറ്റ് 3 പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, കുറച്ച് ഫങ്ഷൻസിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ മാപ്പിംഗ് ആൻഡ് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻസ്. ഒരു ഫംഗ്ഷനെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അതുപോലെ തന്നെ മാപ്പിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്ത്
കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം വഴിയെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഫങ്ഷൻസിന്റെ മാപ്പിംഗ് റെപ്രസെന്റേഷനും പിക്ചോറിയൽ റെപ്രസെന്റേഷനും വളരെയധികം യൂസ്ഫുൾ ആയി വരുന്നുണ്ട്. അപ്പൊ അത്തരം കുറെ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻസ്, യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷൻസിന് ഏറ്റവും കോമൺ ആയിട്ട് ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അവയെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓരോ ഫംഗ്ഷനും അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവയുടെ കോമൺ ഫീച്ചേഴ്സും അവ ഷെയർ ചെയ്യുന്ന പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയി വരുന്ന സെറ്റിൽ നിന്ന് റിലേഷൻസിലോട്ടും ഫംഗ്ഷൻസിലോട്ടും അതിന്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഡിഫറെന്റ് ഫീച്ചേഴ്സിലോട്ടും എത്തുന്നതാണ് ബ്ലോക്ക് 1 എന്ന ഒരു സെഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ബേസിക് ആയിട്ട് വരുന്ന വീണ്ടും കുറച്ചുകൂടി ഹയർ ലെവൽ ആയിട്ട് വരുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 2. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് പ്രോഗ്രഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. യൂണിറ്റ് 5 പ്രോഗ്രഷൻസ്, യൂണിറ്റ് 6 മെട്രിക്സ് അൾജിബ്ര, യൂണിറ്റ് 7 ഡിറ്റർമിനൻസ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ യൂണിറ്റ് 5 പ്രോഗ്രഷൻസിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള സീക്വൻസ്, അതിൽ തന്നെ അരിതമാറ്റിക് പ്രോഗ്രഷൻസ്, ജോമെട്രിക് പ്രോഗ്രഷൻസ് പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ആണ്. സീക്വൻസ് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 1, 2, 3 പോലുള്ള നമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1, 5, 9, 13 തുടങ്ങി ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇനി 1, 2, 4, 8 തുടങ്ങിയ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം എന്തൊക്കെയോ ഫീച്ചേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ആണ് നമ്മൾ ഈ ഒരു സീക്വൻസസ് പിടിച്ചിരിക്കുന്നത്. ഈ സീക്വൻസിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇവ അരിതമെറ്റിക് പ്രോഗ്രഷൻസും ജോമെട്രിക് പ്രോഗ്രഷൻസും ആയിട്ട് മാറുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പുതിയ ടേംസോ അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റോ അല്ല. വളരെ ബേസിക് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ, ലോവർ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. പക്ഷെ ഈ ഒരു സീക്വൻസിനെ ആഡ് ചെയ്ത് വരുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രഷൻസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രഷൻസ് ആണ് തുടങ്ങിയ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസും എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നത് ഒന്ന് അരിതമാറ്റിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ, സം ഓഫ് ഇൻഫൈനൈറ്റ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ആകുമ്പോൾ സം ഓഫ് ഫ്യൂ ടേംസ് കണ്ടുപിടിക്കാനുള്ള, നമുക്കത് വളരെയധികം കോമൺ ആയ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു സെഷനാണ്. ഏതെങ്കിലും കുറച്ച് ടേംസ് തന്നിട്ട് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ടേംസ് കണ്ടിട്ട് നമുക്ക് അടുത്ത ലെവലുള്ള ഏതെങ്കിലും ടേം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ അതിന് സഹായിക്കുന്ന കുറച്ച് ഫോർമുലാസ്, പിന്നെ കോൺസെപ്റ്റ് ഓഫ് സമ്മേഷൻ, സം ഓഫ് സ്പെഷ്യൽ സീക്വൻസസ്, ഇതെല്ലാം യൂണിറ്റ് 5 പ്രോഗ്രഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്നത് യൂണിറ്റ് 6 മെട്രിക്സ് അൾജിബ്ര. ഇപ്പൊ ഞാൻ നേരത്തെ യൂണിറ്റ് ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, അങ്ങനെ അങ്ങനെ നമ്പേഴ്സിനെ തന്നെ ഡിഫറെന്റ് റെപ്രസെന്റേഷനും അതിന്റെ ഓരോ ഫീച്ചേഴ്സിനനുസരിച്ച് അടുത്തൊരു ലെവൽ ഓഫ് കോൺസെപ്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പറയുന്നത് സീക്വൻസസിനെ കുറിച്ച് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി അവിടുന്ന് വരുന്നത് മെട്രിക്സ് ഓൾജിബ്ര. മെട്രിക്സ് ഓൾജിബ്ര എന്ന് പറയുന്നത് നമ്പേഴ്സിന് തന്നെ മറ്റൊരു തരം റെപ്രസെന്റേഷൻ ആണ്. ഇത് ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊന്നും, മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ക്ലാസ്സുകളിലൊന്നും പഠിച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. മെട്രിക്സ് അൾജിബ്രയിലും നമ്പേഴ്സിന്റെ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ആണ്. പേരും അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷനും കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് മെട്രിക്സ് അൾജിബ്ര, ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മെട്രിക്സ് അൾജിബ്ര. അതിൽ തന്നെ അതിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബേസിക് ആയിട്ട് വരുന്ന, നമുക്ക് കോമൺ ആയിട്ട് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഈ ഒരു യൂണിറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മെട്രിക്സ് റെപ്രസെന്റേഷൻ അതിപ്പോ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, നമുക്ക് യൂണിറ്റ് 6 വരുമ്പോൾ നേരിട്ട് പരിചയപ്പെടാം. അപ്പൊ മെട്രിക്സ് അൾജിബ്ര എന്ന റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ട് വരുന്ന നമ്പർ സെറ്റ്സ്, പിന്നെ അതിന്റെ തന്നെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ്, നമ്മൾ നോർമലി രണ്ട് നമ്പർ അല്ലെങ്കിൽ രണ്ട് സെറ്റ് ആഡ് ചെയ്യുന്ന പോലെയല്ല മെട്രിക്സ്
ആയിട്ടുള്ള രണ്ട് സെറ്റുകൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അതിന്റെ തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്, ഇന്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ്, അഡ്ജോയിന്റ്, റെസിപ്രോക്കൽ, ഇൻവേഴ്സ്, ട്രേസ് തുടങ്ങിയ കുറച്ച് പുതിയ ടേംസ് പരിചയപ്പെടുന്നുണ്ട്. ആ ടേംസ് ഓർത്തിരിക്കേണ്ടതാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരും. അതായത് ഓരോ തരത്തിലുള്ള മെട്രിക്സിന്റെ ഓരോ മെഷേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വേറെ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. ഇപ്പോൾ മെട്രിസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ മെട്രിസസിന്റെ ഒരു ഡയമെൻഷൻ, റാങ്ക്, ഓർഡർ എന്നൊക്കെ പറയും, അതനുസരിച്ചിട്ട് അതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിസസ്, ഫോർ എക്സാമ്പിൾ ഓർത്തോഗണൽ മെട്രിസസ്, സിമെട്രിക് സ്ക്യൂ മെട്രിസസ്, ഐഡംപൊട്ടന്റ് മെട്രിസസ്, പാർട്ടീഷ്യൻഡ് മെട്രിസസ് തുടങ്ങി കുറെ ടൈപ്സും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നത് യൂണിറ്റ് 7 ഡിറ്റർമിനൻസ്. അത് മെട്രിക്സിന്റെ തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂ, മെട്രിക്സിന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ റെപ്രസെന്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന വാല്യൂ ബേസ് ചെയ്തിട്ട് ഓരോ മെട്രിക്സിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്. ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെയും അടുത്ത മറ്റൊരു മെട്രിക്സിന്റെയും ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഡിറ്റർമിനൻസ് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് 3, ലീനിയർ സ്പേസസ് ആൻഡ് കൗണ്ടിങ് ടെക്നിക്സ്. ഇപ്പൊ നമ്മൾ സെറ്റ്, റിലേഷൻസ്, ഫങ്ഷൻസ്, അത് കഴിഞ്ഞ് മെട്രിക്സ് എന്നൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്തു. ഈ മെട്രിക്സസ് റെപ്രസെന്റേഷൻ പോലെ തന്നെ നമ്പേഴ്സിന്റെ മറ്റൊരു ഒരു ഒരു ഫീൽഡാണ് വെക്റ്റർ സ്പേസസ് എന്ന് പറയുന്നത്. വെക്റ്റർ സ്പേസസ് നമ്പേഴ്സിനെ വെക്റ്റർ സ്പേസസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. വെക്റ്റർ സ്പേസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലീനിയർ സ്പേസസ്, ഇതില് യൂണിറ്റ് 8ലും 9ലും ഈ ഒരു കോൺസെപ്റ്റിന്റെ തന്നെ രണ്ട് ലെവലാണ് ഡിസ്കസ് ചെയ്യുന്നതാണ് ലീനിയർ സ്പേസസ് 1ഉം ലീനിയർ സ്പേസസ് 2 എന്ന് പറയുന്നത്. യൂണിറ്റിൽ 8ൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വെക്റ്റർ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അത് വെക്ടേഴ്സിന്റെ, ഇപ്പൊ നമ്മൾ മെട്രിക്സിന്റെ ഓപ്പറേഷനും സെറ്റിന്റെ ഓപ്പറേഷനും ഒക്കെ പറഞ്ഞ മാതിരി വെക്ടേഴ്സിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. പ്രധാനമായിട്ടും വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ആണ്. അതുപോലെ തന്നെ അവയുടെ ജോമെട്രിക്കൽ ആൻഡ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്. എപ്പോഴും ജോമെട്രിക്കലും ഗ്രാഫിക്കലുമായ ഇന്റർപ്രിട്ടേഷൻസ് മാത്തമാറ്റിക്സിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻസ്, ഫിസിക്കൽ റെപ്രസെന്റേഷൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഫംഗ്ഷൻസിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മാപ്പിംഗ്സ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഇൻ വേർഡ്സ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കോൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പേസസിന്റെ വെക്ടർ സ്പേസസിൽ വരുന്ന നോം ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ സ്പേസസ്, വെക്ടർ സ്പേസസ് ആൻഡ് സബ് സ്പേസസ്, ലീനിയർ ഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് ബേസസ് ഓഫ് വെക്ടേഴ്സ്. ഇതൊക്കെയാണ് ലീനിയർ സ്പേസ് 1 എന്ന യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 9 ലീനിയർ സ്പേസസ് 2 വരുമ്പോഴേക്കും ഇതിന്റെ കുറച്ച് ഹയർ ലെവലായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ, ഡയഗണലൈസേഷൻ തുടങ്ങിയ കുറച്ച് ടേംസും അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ഇത് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലായ ടോപ്പിക്സ് ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി യൂണിറ്റ് 10 വരുന്നത് ടെക്നിക്സ് ഓഫ് കൗണ്ടിങ് ആൻഡ് ബൈനോമിയൽ തിയറം. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള ഒരു ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടേക്ക് ആവശ്യമായ മാത്തമാറ്റിക്സിലെ കുറച്ച് ബേസിക് ആയ കോൺസെപ്റ്റ്സ് അതാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്നിക്സ് ഓഫ് കൗണ്ടിങ് ആൻഡ് ബൈനോമിയൽ തിയറം. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ടോപ്പിക്സ് എന്ന് പറയാം. ഇതിൽ തന്നെ പെർമ്യൂട്ടേഷൻ, അതുപോലെ കോമ്പിനേഷൻ തുടങ്ങിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്സ് ഉണ്ട്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതും കോമ്പിനേഷൻ എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് കാർഡ്സോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസോ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവയെ ചൂസ് ചെയ്യുന്നതിനും അവയെ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിനും ഉള്ള മെത്തേഡ്സിനെയും അപ്പോൾ വരുന്ന ഡിഫറെന്റ് നമുക്ക് കിട്ടാവുന്ന ചാൻസസിന്റെയും നമ്പർ ഓഫ് പാറ്റേൺസിന്റെ ഒക്കെ ഒരു കാര്യങ്ങളാണ് ഈ പെർമ്യൂട്ടേഷൻസിലും കോമ്പിനേഷൻസിലും പഠിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇനി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അവിടെ പഠിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു
പെർമുട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ടേമാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ഇതുവരെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സസിലും പഠിച്ചിട്ടുണ്ടാവില്ല. മാത്സ് ബേസിക് ഇല്ലാത്ത ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവില്ല ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നുള്ളത്. ഫാക്ടോറിയൽ നൊട്ടേഷൻ പഠിച്ചിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ പഠിക്കുന്നത്, കോമ്പിനേഷൻ പഠിക്കുന്നത്. പിന്നീട് വരുന്നത് സെലക്ഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ ഓർ കോമ്പിനേഷൻ. പിന്നെ അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ റിസൾട്ട്സും ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും പഠിക്കുന്നുണ്ട്. ബൈനോമിയൽ തിയറം ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടും പ്രോബ്ലംസ് വരും. അപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് യൂസ്ഫുൾ ആയ ടോപ്പിക്കാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. ഇത്രയാണ് അപ്പൊ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4 നോക്കാം. ബ്ലോക്ക് 4 പ്രധാനമായിട്ടും ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 11 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, യൂണിറ്റ് 12 ഡിഫറൻഷിയേഷൻ, യൂണിറ്റ് 13 ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, യൂണിറ്റ് 14 ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്തതിന്റെ കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ചധികം ഹയർ ലെവലായിട്ട് വരുന്ന ടോപ്പിക്കാണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ എന്നെല്ലാം പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സ് ബേസിക് ആയിട്ട് എല്ലാം കവർ ചെയ്തു എന്ന് തന്നെ പറയാം. പഠിച്ച കോൺസെപ്റ്റുകളും അതിൽ കൂടുതൽ കുറച്ച് ആഡിങ്സും വന്നിട്ട് ആണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി പഠിക്കുന്നത്. ഇവിടെ കുറച്ച് തിയററ്റിക്കൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന യൂണിറ്റിലൊക്കെ തിയററ്റിക്കൽ ആയിട്ട് വരുന്ന കുറച്ച് സെഷൻസിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. പിന്നെ അത് അവിടെ നിന്ന് അതിന്റെ അപ്പർ ലെവലായിട്ടാണ് ഡിഫറൻഷിയേഷൻ എന്നുള്ള ടോപ്പിക് വരുന്നത്. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, അവിടുന്ന് ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കുന്നു. ഇന്റഗ്രേഷനിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷനും ഡെഫിനിറ്റ് ഇന്റഗ്രേഷനും. ഇതിന് ഈ ഒരു ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്നെല്ലാം പറയുന്നത് മാത്തമാറ്റിക്സിലെ അപ്ലൈഡ് ഫീൽഡിലെ വളരെ അധികം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷനും ഡെഫിനിറ്റ് ഇന്റഗ്രേഷനും അതുപോലെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഫെയിലർ ഓഫ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ലിമിറ്റിന്റെ ഫൈൻഡിങ്സും അതുപോലെ ആ മെത്തേഡ് സക്സസ് ആവാത്ത സമയത്തുള്ള പുതിയ മെത്തേഡിലേക്കുള്ള ഒരു ഇതുമാണ് ഈ ഒരു യൂണിറ്റിൽ വേറെ ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ മെത്തേഡ്, റാഷണലൈസേഷൻ മെത്തേഡ് തുടങ്ങിയവ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിൽ. ലിമിറ്റിന് ശേഷം ഇൻഫൈനൈറ്റ് ലിമിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ലിമിറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിസ്കസ് ചെയ്യുന്നതോടെ നമ്മൾ കണ്ടിന്യൂറ്റിയിലേക്ക് എത്തുന്നു. പിന്നെ കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അതൊക്കെ നമ്മൾ കുറച്ചും കൂടി കോമൺ ആയി കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് കുറച്ച് അങ്ങനെ അതിനുവേണ്ടി നമ്മളിപ്പോ നേരത്തെ ബ്ലോക്കുകളിൽ പഠിച്ച ഫംഗ്ഷൻസും അതിന്റെ മാപ്പിംഗ്സും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷന്റെ മാപ്പിംഗ് വളരെയധികം യൂസ്ഫുൾ ആണ് അങ്ങനത്തെ. അപ്പൊ ആ മാപ്പിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും. നമുക്ക് പ്രോബ്ലം ചെയ്തിട്ടല്ലാതെ തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ മാപ്പിംഗ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് എത്തുന്നു. കണ്ടിന്യൂറ്റിയിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ എല്ലാം ഡെഫിനേഷൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത്. അടുത്തത് വരുന്നത് ഡിഫറൻഷിയേഷൻ ആണ്. ഡിഫറൻഷിയേഷൻ കണ്ടിന്യൂറ്റിയുടെ നെക്സ്റ്റ് ലെവലായിട്ട് വരുന്നതാണ്. ഡിഫറൻഷിയേഷൻ ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് സമയത്ത് ആ യൂണിറ്റിൽ വരുന്ന പ്രധാനമായിട്ട് വരുന്നത് ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ്, മീനിങ് ആൻഡ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, ഡെറിവേറ്റീവ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. പിന്നെ അതിന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് അതിലെ ഒന്ന് വരുന്നതാണ് ചെയിൻ റൂള്. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്, എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക്, പാരാമെട്രിക്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, മാക്സിമ മിനിമ പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ്. ഇത്രയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിഫറൻഷിയേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് എല്ലാം ഒന്നും ഈ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന സമയത്ത് ഡിഫറൻഷിയേഷന്റെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്.
അത് ബൈഹാർട്ട് ചെയ്യേണ്ടി വരുന്നത്, അതായത് എങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്നത് നമ്മൾ അതിൽ തിയററ്റിക്കൽ ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട് ഡിഫറൻഷിയേഷൻ. അത്രയൊന്നും ഹൈ ലെവലിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി വരുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. ഡിഫറൻഷിയേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റഗ്രേഷനിൽ രണ്ട് തരത്തിലുള്ള ഇന്റഗ്രേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്നാണ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഇന്റർവെലിനനുസരിച്ചും ലിമിറ്റിനനുസരിച്ചും ഒക്കെയാണ് ഈ ഒരു ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതൊക്കെ കൂടുതൽ ആയിട്ട് നമുക്ക് യൂണിറ്റിൽ പരിചയപ്പെടാം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന 13th യൂണിറ്റിൽ നമ്മൾ വരുന്നത് മീനിങ്, integration of some particular functions, integration by substitution method, integration using partial fractions, integration by parts. ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ്. അതിന്റെ കുറച്ച് ബേസിക് ആയിട്ട് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 14th യൂണിറ്റിൽ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. ഡെഫിനിറ്റ് ഇന്റഗ്രേഷനിൽ അതിലും പരിചയപ്പെടുന്നത് മീനിങ് ആൻഡ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സം കോമൺലി യൂസ്ഡ് ഫംഗ്ഷൻസ്. ഈ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും യൂസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. പിന്നെ എലിമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, എക്സാമ്പിൾസ് ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇത്രയാണ് പഠിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 4 ബ്ലോക്കുകളിലായിട്ട് വരുന്ന 14 യൂണിറ്റുകളിലും നമ്മൾ ഓരോ ടോപ്പിക്സിന്റെയും എക്സാമ്പിൾസും അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോൾവ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഈ 4 ബ്ലോക്കുകൾ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് പറഞ്ഞു പോവാം. ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് ഇനി ഒരു യൂണിറ്റിൽ വീണ്ടും ഇത് വരുന്നുണ്ട്. അപ്പൊ ഒരു ടോപ്പിക്കും വിടാതെ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത ബ്ലോക്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. 4 ബ്ലോക്സ് ആണ് ഈ ഒരു പേപ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. സെറ്റ്, ഇൻട്രൊഡക്ഷൻ ടു സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സ്. സെറ്റ്, അതിന്റെ കണ്ടിന്യൂസ് ആയി വരുന്ന റിലേഷൻസ്, ഫങ്ഷൻസ്, പിന്നെ അവയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത് പ്രോഗ്രഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. പ്രോഗ്രഷൻസ്, അരിതമാറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻസ്, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. മെട്രിക്സ് ഓൾജിബ്ര. മെട്രിക്സ് ഓൾജിബ്ര തീർച്ചയായിട്ടും ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പേപ്പറിൽ തരുന്നത്. തീരെ ബേസിക് ആയിട്ട് ഇതിന്റെ ഐഡിയാസ് ഇല്ലാത്തവരായിരിക്കും കൂടുതലും ഈ പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ഡിറ്റർമിനൻസ്, മാട്രിക്സ് അൾജിബ്രയുടെ തന്നെ ഒരു ന്യൂമറിക്കൽ മെഷർമെന്റ് ആയിട്ട് വരുന്ന ഡിറ്റർമിനൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ബ്ലോക്ക് 3 വരുന്നത് ലീനിയർ സ്പേസസ് ആൻഡ് കൗണ്ടിങ് ടെക്നിക്സ്. ലീനിയർ സ്പേസസ്, വെക്ടർ സ്പേസസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. അതിനെ കുറിച്ച് ഓപ്പറേഷൻസ്, മറ്റ് റിലേറ്റഡ് ടോപ്പിക്സ്. പിന്നെ വരുന്നത് ടെക്നിക്സ് ആൻഡ് കൗണ്ടിങ്, ടെക്നിക്സ് ഓഫ് കൗണ്ടിങ് ആൻഡ് ബൈനോമിയൽ തിയറം, യൂണിറ്റ് 10. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രോബബിലിറ്റി എല്ലാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ഐഡിയാസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബ്ലോക്ക്. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബ്ലോക്കുകളിൽ കുറച്ചുകൂടി ഒരു ഹയർ ലെവലായിട്ട് വരുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4. കാൽക്കുലസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈൽഡ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ആണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് 4 യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിൽ വരുന്നത് തന്നെയാണ് ഡിഫറൻഷിയേഷൻ എന്നുള്ള യൂണിറ്റ്. പിന്നെ അടുത്തത് വരുന്ന ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ തന്നെ 2 യൂണിറ്റിലായിട്ട് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മൾ ഓരോ യൂണിറ്റിലും വരുന്ന ടോപ്പിക്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാത്തത് ഇനി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ യൂണിറ്റും ഓരോ ടോപ്പിക്കും ഒന്നും വിടാതെ തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് മുതൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.